CJPക്കെതിരെ വിമർശനവുമായി സുരേഷ് ഗോപി എംപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ്. സ്വയം ജനങ്ങളുടെ രക്ഷകർ എന്ന് വിശേഷിപ്പിക്കുന്നവർ എന്തുകൊണ്ടാണ് ചിലർക്കെതിരെ മാത്രം പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കൂവെന്ന് മാധവ് സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഈ പ്രതിഷേധത്തിന്റെ വിജയം വിദ്യാർത്ഥികളുടേത് മാത്രമാണെന്നും അവർ സ്വന്തം ശബ്ദമുയർത്തി ആവശ്യപ്പെട്ടത് നേടിയെന്നും പറഞ്ഞ മാധവ് ആ സമരത്തെ താൻ എല്ലായ്പ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ നിങ്ങളിൽ ചിലർ BJPയോടുള്ള വെറുപ്പിന്റെ പേരിൽ മാത്രം CJP എന്ന ഈ വിചിത്ര സംഘടനയുടെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്നുവെന്നും അതാണ് പ്രശ്നമെന്നും മാധവ് കുറിച്ചു. രാഷ്ട്രീയ പാർട്ടി എന്ന ആശയത്തോട് തന്നെ തനിക്ക് എതിർപ്പാണ്. തൻ്റെ അച്ഛൻ അംഗമായിരുന്ന പാർട്ടി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും താൻ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. CJPക്ക് ആരാണ് ധനസഹായം നൽകുന്നത് എന്ന് അന്വേഷിക്കൂ എന്നും അവരുടെ സ്ഥാപകരുടെ കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തന ചരിത്രം പരിശോധിക്കൂ എന്നും താരം പറയുന്നു. സ്വയം ജനങ്ങളുടെ രക്ഷകർ എന്ന് വിശേഷിപ്പിക്കുന്നവർ എന്തുകൊണ്ടാണ് ചിലർക്കെതിരെ മാത്രം പ്രതികരിക്കുന്നത്? അതിലുപരി പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ ഈ ഹീറോകൾ എവിടെയായിരുന്നു? വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന്റെ സമയത്ത് അവർ എങ്ങനെയാണ് സ്വന്തം PR വളർത്തിയെടുത്തത്? കണ്ണു തുറന്നു നോക്കൂ. സർക്കാരിനെ എത്ര വേണമെങ്കിലും വിമർശിക്കാം, പക്ഷേ നിങ്ങളുടെ രാജ്യത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ ആരെങ്കിലും അന്ധമായി വിശ്വസിക്കരുത്, മാധവ് സുരേഷ് കുറിച്ചു. ഇന്നലെയും CJPയെ വിമർശിച്ച് മാധവ് കുറിപ്പ് പങ്കുവച്ചിരുന്നു. പഞ്ചാബിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് എന്താണ് CJP സംസാരിക്കാത്തതെന്നും എന്താണ് എല്ലാവരും നിശബ്ദരായതെന്നും മാധവ് ചോദിച്ചിരുന്നു. BJPക്കെതിരെ സംസാരിക്കുന്നത് എന്തോ വലിയ കാര്യമായാണ് എല്ലാവരും കാണുന്നത്. എന്നാൽ BJP ഉൾപ്പെടാത്ത സംഭവങ്ങളിലെ പ്രശ്നങ്ങൾ ആളുകൾ മനഃപൂർവ്വം മറക്കുന്നുവെന്നാണ് മാധവ് വിമർശിച്ചത്. മണ്ടനാകാതിരിക്കൂ, ആദ്യം ഒരു ഇന്ത്യക്കാരനാകൂ. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച അത്രയും ഉറക്കെ പഞ്ചാബിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും സംസാരിക്കൂ. നിങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ നിങ്ങളെ നിശബ്ദരാക്കാനോ സത്യത്തിന് നേരെ കണ്ണടപ്പിക്കാനോ സമ്മതിക്കരുത്. സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന CJP പഞ്ചാബിന്റെ കാര്യം വന്നപ്പോൾ എവിടെ പോയി? അവിടെ ഭരണത്തിൽ BJP അല്ലാത്തതുകൊണ്ട് അവരുടെ ധൈര്യമൊക്കെ ചോർന്നുപോയോ? അഭിജിത്ത് ദീപ് കെ സഹോദര, മറുപടി പറയൂ. എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട എൻ്റെ നിലപാടിനെ എതിർക്കുകയും എന്നെ അന്ധനായ സംഖ്യ എന്ന് വിളിക്കുകയും ചെയ്ത എല്ലാ കമ്മികൾക്കും നിഷ്പക്ഷർക്കും വേണ്ടിയാണ് ഇത്. എവിടെ പോയി നിങ്ങളിപ്പോൾ? നട്ടലില്ലാത്തവന്മാരെ, വിദ്യാർത്ഥികളുടെ സമരത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? CJPയിലെ ഒരു പാറ്റകളെയും എവിടെയും കണ്ടില്ല. CJP തട്ടിപ്പുകാരുടെ കൂട്ടമാണ്. അവർ ഉടൻ തന്നെ തുറന്നു കാട്ടപ്പെടും. അന്ധമായി വിശ്വസിക്കുന്നവരെ നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ പിടിച്ചോളൂ. അവർ യഥാർത്ഥത്തിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ നിങ്ങൾ അഭിപ്രായം മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.